പേര് ശിവ. ഞാൻ പത്തനംതിട്ട വരുന്നത്. പത്തനംതിട്ട? അതെ, ചെറിയൊരു ഹോം മേക്കറാണ്. അതായത് കേക്കൊക്കെ ശരി മുന്നേ ബിസിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കേക്കില്ല. അങ്ങനെ ഇപ്പൊ എല്ലാ വീടുകളിലൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞല്ലോ എല്ലാവരും. അങ്ങനെ ഇപ്പൊ സെയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ എനിക്ക് ബിരിയാണിയോട് ഒരു താല്പര്യമാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടമായി. അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വലുതായിട്ട് തുടങ്ങേണ്ട സാമ്പത്തികമൊന്നും ഇല്ല. ചെറിയ തോതിൽ ആദ്യം തുടങ്ങി അങ്ങനെ വരാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാറിൻ്റെ ക്ലാസ് തന്നെയാണ്. സ്മൈലിംഗ് ഈസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പോലെ സാറിൻ്റെ സ്മൈലോടെയുള്ള ക്ലാസ് നമുക്കൊരു എനർജിയൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ സാറിൻ്റെ മസാല തന്നെയാണ്. രാവിലെ ഇതേപോലെ കൂട്ടുചേർന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. അതിന് വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ക്ലാസ് കിട്ടി. മനസ്സിനൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. 0 പോയിന്റിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ. അതിൽ നിന്നൊന്ന് കയറാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് മനസ്സിനായിട്ടുണ്ട്. ഒരു സന്തോഷമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വന്നിട്ട് തിരികെ വെറുതെ പോകേണ്ടി വരുമല്ലോ, വീട്ടിൽ ചെന്നിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഹസ്ബൻഡിന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മനസ്സിനൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. പിന്നെ പുതിയ തീരുമാനം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഒരു പ്രാക്ടീസ് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അപ്പോഴൊരു ചെറിയ ലോൺ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ബിസിനസ് എന്ന് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് സാറിനൊപ്പം പറ്റുമെങ്കിൽ എന്നെ കൂടെ ചേർക്കാൻ കഴിയുമെങ്കിൽ സാറിനൊപ്പം ആഗ്രഹമുണ്ട്. പിന്നെന്താ, മുൻകാല പിഴവുകൾ. അപ്പോഴ് ഞാൻ കേക്കിൻ്റെയൊക്കെ ബിസിനസ് ആയിരുന്നു. അപ്പോഴേ ആൾക്കാർ എനിക്ക് ഒത്തിരി ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേക്ക് ബേക്കറികളിലൊക്കെ കൊടുക്കുമായിരുന്നു. എൻ്റെ ആ ഭാഗത്ത് വടശ്ശേരിക്കുന്ന ഭാഗത്ത് എല്ലാ ബേക്കറിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 കിലോ കേൾക്കുമ്പോൾ കസ്റ്റമറിന് എല്ലാവർക്കും ഞാൻ 1.5 കിലോ കൊടുക്കും. ബിസിനസ്സിൽ എനിക്ക് നഷ്ടം ഒത്തിരി വന്നു. 2 കട 2.5 ഇങ്ങനെയൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്നത്. പൈസയും കറക്റ്റ് മേടിക്കത്തില്ല. അപ്പോഴ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ടേസ്റ്റ് എല്ലാവർക്കും. ഒത്തിരി ദൂരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചപരമായിട്ടായിരുന്നു അമേരിക്കയിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുപോയി. അപ്പോൾ അവരൊക്കെ എന്തുവാ കേക്കൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പക്ഷെ എല്ലാം ഞാൻ വില കുറച്ചാണ് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി നഷ്ടമൊക്കെ അങ്ങനെ ഒന്നും ജയിക്കാൻ കഴിഞ്ഞില്ല ബിസിനസ്സിൽ എനിക്ക്. പിന്നെ സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. പിന്നെ ഫുഡ് വളരെ നല്ല ഫുഡൊക്കെ ഞാൻ കിട്ടി. ഹെവി ഫുഡൊക്കെ തന്നു. സന്തോഷമായി. ബിരിയാണി ടേസ്റ്റും എല്ലാം വളരെ ഇഷ്ടമായി. ഓക്കെ, നല്ല ക്ലാസ്സാണ്. നിനക്ക് പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം.